നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാരം 8 ലക്ഷം കോടിയിലെത്തിക്കുകയും UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം 6 ലക്ഷം കോടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഇന്ത്യ UAE ബിസിനസ് കൗൺസിൽ ആദ്യ യോഗം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ കഴിഞ്ഞ വർഷം 27% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ UAEയുമായി പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന്മേലുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കിംഗ്, ധനകാര്യ ഉദ്യോഗസ്ഥർ അബുദാബിയിൽ ഇതു സംബന്ധിച്ച അന്തിമ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും കേന്ദ്ര ബാങ്കുകൾ ഇതു സംബന്ധിച്ചുള്ള സാധ്യതകൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞതാണ്. പ്രാദേശിക കറൻസികളിൽ ഉഭയകക്ഷി വ്യാപാരം നടത്താനാണ് തീരുമാനമെന്ന് റിസർവ് ബാങ്കിന്റെയും UAE സെൻട്രൽ ബാങ്കിന്റെയും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. ആഭ്യന്തര കറൻസികളിലെ ഇടപാട് ഇറക്കുമതി കയറ്റുമതി ചെലവ് കുറയ്ക്കുമെന്നതാണ് പ്രധാന നേട്ടം. പ്രാദേശിക കറൻസികളിൽ ഇടപാടുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു നയരേഖ UAEക്ക് ഇന്ത്യ സമർപ്പിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഒരു നോഡൽ ഓഫീസറെ UAEയും നിയമിച്ചിരുന്നു. നിലവിൽ UAEയുമായുള്ള വ്യാപാരത്തിന് ഇന്ത്യൻ കച്ചവടക്കാർ ആദ്യം ഡോളറിലേക്കും പിന്നീട് ദിർഹത്തിലേക്കും രൂപ മാറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനു പകരം നേരിട്ട് രൂപ ദിർഹം ഇടപാടാണ് ഇരു രാജ്യങ്ങളും പരിഗണിക്കുന്നത്. ഇത് വ്യാപാരം കൂടുതൽ സുഗമമാക്കും. നിലവിൽ 22.48 രൂപയാണ് ഒരു ദിർഹത്തിന്റെ മൂല്യം. ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് UAE. രാജ്യത്തിന്റെ കയറ്റുമതി വിപണിയിൽ 2ാം സ്ഥാനമാണ് UAEക്കുള്ളത്. കഴിഞ്ഞ വർഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടത്. കൂടാതെ UAE കൂടി അംഗമായ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാനുള്ള ശ്രമത്തിലുമാണ് ഇന്ത്യ. പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിലാകുന്നതോടെ വ്യാപാരവും നിക്ഷേപവും വർദ്ധിക്കുമെന്നും UAE വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് UAEയിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങളുടെയും സ്റ്റീൽ, പോളിമർ തുടങ്ങിയവയുടെയും ഇറക്കുമതി വർദ്ധിച്ചു. UAEയിൽ നിക്ഷേപം നടത്തുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിലും വൻ വർധനയാണ് ഉള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ കൗൺസിൽ സഹായിക്കുമെന്നും അൽ സയൂദി അഭിപ്രായപ്പെട്ടു. സെപ്പ കരാറിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ അടക്കമുള്ളവയുടെ കയറ്റുമതി ലുലു ഗ്രൂപ്പ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ലുലു ഗ്രൂപ്പും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. നിലവിൽ 8000 കോടി രൂപയുടെ ഭക്ഷ്യേതര സാധനങ്ങളാണ് ലുലു ഗ്രൂപ്പ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത്. ഗൾഫിലും മറ്റു മേഖലകളിലുമായി 247 ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ലുലു ഗ്രൂപ്പിനുണ്ട്. പുതിയ ധാരണാപത്രം നിലവിൽ വന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ വലിയ വർധനയുണ്ടാകുമെന്ന് ലുലു ഗ്രൂപ്പ് CEO സൈഫി രൂപവാല വ്യക്തമാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്താനും കാർഷികേതര മേഖലകളിലുള്ള കമ്പനികൾക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ് ധാരണാപത്രമെന്ന് ഫിക്കി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നിരങ്കർ സക്സേന അഭിപ്രായപ്പെട്ടു. UAEയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഭീമന്മാരായ ഇമ്മാർ ഗ്രൂപ്പ് അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഭാവിയിൽ നിക്ഷേപം നടത്തുമെന്നാണ് സൂചന. ഇന്ത്യ UAE ബിസിനസ് കൗൺസിലിന്റെ UAE ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു സൂചന നൽകിയിട്ടുള്ളത്. എമിറേറ്റ്സ് എയർലൈൻസ് അടക്കമുള്ള കമ്പനികളും ഇന്ത്യയിലെ സാന്നിധ്യം ശക്തിപ്പെടുത്താനാണ് തയ്യാറെടുക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.